നമുക്കറിയാം അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു ക്യാഷ് ഓൺ അനുവദിച്ചു തന്നിരുന്നു. വെറും 2 GB മാത്രം സപ്പോർട്ടുള്ള ക്യാഷ് ഓൺ ആയതുകൊണ്ട് തന്നെ പോർഷൻ ട്രാക്കറിൻ്റെ തുടക്കകാലങ്ങളിൽ നമ്മൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കാലം മാറി, കഥകളും മാറി. പോർഷൻ ട്രാക്കറിനകത്ത് തുടക്കകാലത്തിൽ പോലെ വെറും ഒരു ഡാറ്റ എൻട്രി പേജ് മാത്രമല്ല നിലവിലുള്ളത്. ഇന്ന് അങ്കണവാടികളിൽ നിത്യവും ഉപയോഗിക്കുന്ന 11 രജിസ്റ്ററുകൾ ഉൾപ്പെടെ ഒരുപാട് മൊഡ്യൂളുകൾ ഇന്ന് പോർഷൻ ട്രാക്കറിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പഴയ ക്യാഷ് ഓൺ ഉപയോഗപ്പെടുത്തി എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും പ്രയാസങ്ങളും സംശയങ്ങളും നമ്മളെ ടീച്ചേഴ്സ് എന്നും ഉന്നയിക്കുന്നതാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യുന്നതിന് വേണ്ടി പോർഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്തു വരേണ്ടത്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ടീച്ചർ ഉന്നയിച്ച ഒരു സംശയത്തിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ടീച്ചർ ചോദിച്ചൊരു സംശയം ഇതായിരുന്നു. ഫോട്ടോ എടുക്കാൻ നേരം റെക്കോർഡ് വീഡിയോ എന്നാണ് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ഗാലറിയിലാണ് സേവ് ആയി കിടക്കുന്നത്. മനസ്സിലാക്കുക, നമ്മളെ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തുടക്കകാലം പോലെയല്ല. നേരത്തെ പറഞ്ഞത് പ്രകാരം ഇന്ന് THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുന്നതിനും EKYC അപ്ഡേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള മൊഡ്യൂളുകൾ ഇന്ന് സജ്ജമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ പോർഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ക്യാഷ് ഫോൺ ഉപയോഗപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയം വ്യത്യസ്തപ്പെട്ടിട്ടാണ് ഓരോ ഓപ്ഷനുകളും വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയും കുറച്ച് പേർക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് പോർഷൻ ട്രാക്കറിൽ തെളിഞ്ഞു വരിക. നമുക്കറിയാം, ക്യാഷ് ഫോൺ എന്ന് പറയുന്നത് വെറും 2 GB മാത്രം സപ്പോർട്ടുള്ള ഫോണാണ്. ആ ഫോൺ പോലെയുള്ള വേറെ ഫോണുകൾ ഉപയോഗപ്പെടുത്തി ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുന്നതിന് പകരം ഗുണഭോക്താക്കളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. മനസ്സിലാക്കുക, FRS പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയം 4 GB കൂടുതൽ മെമ്മറിയുള്ള റാമുള്ള ഒരു ഫോണാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഇത്തരത്തിലൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. എളുപ്പത്തിൽ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരം രീതി ക്യാഷ് ഫോണിനകത്ത് ബുദ്ധിമുട്ടാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ പോർഷൻ ട്രാക്കറിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മാറ്റമാണ് ടീച്ചർമാരെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മുൻ വീഡിയോകളിലും സെഷനുകളിലും കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പോർഷൻ ട്രാക്കറിനകത്ത് FRS ചെയ്യുന്ന സമയം വീഡിയോ കാണുന്നത് സ്വാഭാവികമാണ്. നിങ്ങളുടെ ക്യാഷ് ഫോണിനകത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള വെറും 2 GB മാത്രം സപ്പോർട്ടുള്ള ഫോണുകളിൽ ഇത്തരം വീഡിയോ എടുക്കാനുള്ള നിർദ്ദേശമാണ് വരിക. ആരും തന്നെ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. കൃത്യമായി ആ വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ആ ഗുണഭോക്താവിൻ്റെ വീഡിയോ പൂർണ്ണമാക്കുക. ഇത്തരത്തിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് സെർവറിലേക്ക് സേവ് ആകും. കൃത്യമായി മനസ്സിലാക്കുക, ഇത്തരത്തിൽ സേവ് ആയിട്ടുള്ള വീഡിയോകൾ പലരുടെയും ഫോണിനകത്തേക്ക് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ഗുണഭോക്താക്കളുടെ വീഡിയോ എടുത്തു കഴിയുന്ന സമയം ഫോണിനകത്തേക്ക് സേവ് ആവുന്ന സമയം ഫോണുകൾ ഹാങ് ആവാറുണ്ട് എന്നുള്ളതും ടീച്ചർ പറഞ്ഞ സംശയത്തിലെ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഹാങ് ആവാനുള്ള സാഹചര്യം വരുത്താതെ തന്നെ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഡിലീറ്റ് ചെയ്തതിനൊപ്പം തന്നെ ട്രാഷ് എന്നുള്ളൊരു ഫോൾഡർ കൂടെ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാവും. അതും കൂടെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർഷൻ ട്രാക്കറിൽ സേവ് ആയിട്ടുള്ള ഒരു വീഡിയോയും ഡിലീറ്റ് ആയി പോവില്ല. ആ സംശയം ടീച്ചേഴ്സിന് ഇനി ഉണ്ടാവേണ്ടതില്ല. കാരണം ഒരു തവണ വീഡിയോ റെക്കോർഡ് ചെയ്ത് സെർവറിലേക്ക് സേവ് ആയി കഴിഞ്ഞാൽ ആ പോർഷൻ ട്രാക്കറിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. വൺ ടൈം EKYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനും സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ റീക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷനും ഇന്ന് പോർഷൻ ട്രാക്കറിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സേവ് ചെയ്ത ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ ഗാലറിയിൽ, ഫോണിന്റെ ഗാലറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി സ്പേസ് കുറച്ചുകൂടെ ഫ്രീ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി ചെയ്യാനും കഴിയുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. എന്തൊക്കെ തന്നെയാണെങ്കിലും പോർഷൻ ട്രാക്കറിൽ വരുന്ന ഓരോ മാറ്റങ്ങളും കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ആ മനസ്സിലാക്കിയതുപോലെ തന്നെ പോർഷൻ ട്രാക്കറിൽ എൻട്രികൾ വരുത്തി മുന്നോട്ട് പോവുക.
നമുക്കറിയാം അങ്കണവാടി പ്രവർത്തനങ്ങൾ തന്നെ ഇന്ന് പോഷൻ ട്രാക്കറിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പോഷൻ ട്രാക്കറിൽ ഇല്ലെങ്കിൽ ഇന്ന് അങ്കണവാടി പ്രവർത്തനങ്ങളില്ല, അങ്കണവാടി ഇല്ലെങ്കിൽ ഇന്ന് പോഷൻ ട്രാക്കറില്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിൽ വരുന്ന ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ CB 4-ാം തീയതി നമ്മൾ വിപുലമായി ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ച് നമ്മൾ നടത്തി. ഇതെല്ലാം ആഘോഷമാക്കി കൃത്യമായി ബോധവൽക്കരണങ്ങളും ക്ലാസ്സുകളും നടത്തി അവരുടെ CBയുടെ സമാപനം കുറിച്ച് കഴിയുന്ന സമയം പോഷൻ ട്രാക്കറിൽ നിങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള പരിപാടി തന്നെ നടത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു വരിക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് പോഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തി വരിക. ഇത്തരം CB നടത്തിയിട്ടും റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തിട്ടും ഫോട്ടോ എടുത്ത് ഒട്ടിച്ചിട്ടും നിങ്ങൾക്ക് ഈ 250 രൂപ എന്നുള്ള ഈ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തണം. പോഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ 250 രൂപയും നഷ്ടമാവും എന്നുള്ളത് തിരിച്ചറിയുക. ഓർക്കുക, ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും കൃത്യമായി ആ ഗുണഭോക്താവിൻ്റെ FRSും EKYCയും നിർബന്ധമായും തന്നെ പൂർത്തിയാക്കണം. ഇത്തരത്തിൽ പൂർത്തിയാക്കാത്ത ഒരു ഗുണഭോക്താവിനും തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ അവർക്ക് THR മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമാണ് ഇന്ന് പോഷൻ ട്രാക്കറിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗുണഭോക്താവിനും ഒരു ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളെയും ഈ FRS സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പോഷൻ ട്രാക്കറിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ കൊണ്ടുവന്നിട്ടുള്ളത് ആ മാറ്റങ്ങളെല്ലാം ആദ്യം നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക. താങ്ക്